ഒറ്റക്ക് ചൂനുള്ള ചുമപ്പ് ഓപ്പണല്ല. എൻ്റെ പിന്നെ വിളിച്ചു അച്ഛന്മാരെ പുതിയുള്ള സാധനം നമ്മളിന്ന് നേരത്തെ പരിചയപ്പെടുത്തിയ ഫ്രോഗ്, 2 ഫ്രോഗാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ബോസ് എന്ന് പറഞ്ഞ ഫ്രോഗ്, അതേപോലെ തന്നെ റിയൽ വാനിൻ്റെ സിംഗർ എന്ന് പറഞ്ഞ ഫ്രോഗ്. ഇത് നമ്മൾ നേരെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ. അപ്പോൾ ഇതിട്ട് നമ്മൾ ഇന്ന് കാസ്റ്റ് ചെയ്യാൻ പോണത്, ഈ 2 ഫ്രോഗ് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോണത്. ഇതിൻ്റെ വെയിറ്റൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വെയിറ്റൊക്കെ ശരിക്കും പറഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ ലെങ്ത്തും അതുപോലെ 11.5 മീറ്ററുമാണ് ഇതിൽ വന്നേക്കുന്നത്. അതേപോലെ തന്നെ സിംഗറിന് വന്നേക്കുന്നത് 5 സെൻറ്റിമീറ്ററും അതുപോലെ 10 ഗ്രാം വെയിറ്റുമാണ് വന്നേക്കുന്നത്. അടിപൊളി റിസൾട്ട്, ഫ്രോഗൊന്നും പറയാനൊന്നുമില്ല. പിന്നെ നമുക്കൊന്ന് മീൻ കിട്ടിയാലേ ചെറിയൊരു ബാക്ക്ലാഷൊക്കെ വന്ന് നമ്മൾ തന്നെ കാസ്റ്റിംഗ് പരിപാടി എല്ലാം നിർത്തിയേക്കോട്ടെ. നമ്മൾ സ്ട്രൈക്കെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ലീഡർ ലൈൻ അങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇത് ഇന്ന് പണി കിട്ടിയത. അതുകൊണ്ടായിരുന്നു നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം പൊട്ടിപ്പോയിട്ട് ഞാൻ അറിഞ്ഞില്ല, അത് കിട്ടിയില്ലായിരുന്നു. അതാണ് പ്രശ്നം വന്നത്. എന്തായാലും കുഴപ്പമില്ല, നമ്മളെന്തായാലും ഒന്നുകൂടെ കസ്റ്റം വരുന്നുണ്ട്. നമ്മളെന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ഈ 2 ഫ്രോഗിൻ്റെ വീഡിയോ ആണ്. പിന്നെ എല്ലാവരും മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്തോട്ടോ. ഓക്കെ, കൂടുതൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, നമ്മളെന്തായാലും നേരത്തെ വീഡിയോ ചെയ്തേക്കണതാണ്. അപ്പോൾ എന്തായാലും ബാക്കി വീഡിയോയിൽ കാണാം. പുലിങ്ങോട്ട് പോയി. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മീൻ നിൽക്കാൻ ചാൻസ് കുറവാണ്. ആദ്യത്തെ മീൻ കയറി ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയല്ലോ. നമ്മുടെ ബോസിലാണ് മീൻ അടിച്ചാണത്. സ്ലോ കുറച്ചിട്ട് ഞാൻ അവിടെയാണ് പറഞ്ഞു നോക്കുന്നത്. ഇല്ല, അവിടെയാണ് പറഞ്ഞു നോക്കുന്നത്. നേരെ 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 അവിടെ 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 നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ബോസിലാട്ടോ നമുക്ക് മീൻ അടിച്ചേക്കണത്. അടിപൊളി ഹുക്ക. ഫ്രോഗിൽ നോക്കി, അണ്ണാക്കിലാണ് ഫ്രോഗിരിക്കണത്. ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ബോസ് അടിപൊളി ഫ്രോഗ് കേട്ടോ, നല്ല റിസൾട്ടൊക്കെ പോകുന്നത്. നമ്മളെന്തായാലും പതുക്കെ കൊല്ലിയിലിടുക. നമ്മൾ കുറേ നേരം വന്നിട്ടില്ല, നമ്മളൊന്ന് വന്നപ്പോൾ ലേറ്റ് ആവുകയും ചെയ്തായിരുന്നു. ആദ്യത്തെ മീനെ കൊല്ലിയിലാക്കിയിട്ടുണ്ട്. നേരെ പതുക്കെ ഇങ്ങനെ പോയില്ല. അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നല്ല പിടുത്തം അടിക്കുന്നത്. ചെറുതാണ്, ഒടുക്കത്തെ പിടുത്തം അടിക്കുന്നത്. ചെറുതല്ല, അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെയല്ലേ. ഒരു 1.5 കിലോ ഉണ്ട്. ചെറിഞ്ഞോളം പറഞ്ഞല്ലേ. ഓ അതേടാ, തല മുട്ടാൻ തരയാലോ. മീൻ നോക്കുമ്പോൾ ചെറുത്.
നമുക്ക് അടുത്തൊരു മീൻ കയറിയാണ് കേട്ടോ. അറിഞ്ഞോളാം അവിടെ നിന്ന് അടിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അവിടെ നിന്ന് അടിക്കുമെന്ന് ഉറപ്പായിരുന്നു എനിക്ക്. നല്ല നീളമുണ്ട്, നല്ല ഉണ്ടാ, നല്ല മീനിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നല്ല സൈസ് മീനായിരുന്നു കേട്ടോ. പക്ഷെ അവൻ തീറ്റയൊന്നും ഇല്ലാണ്ട് ഇന്ന് അതൊന്ന് സ്കെൽട്ടായിപ്പോയി. ഇതാണ് ബോസിലാട്ടോ മീൻ അടിച്ചാണ്. അടുത്ത മീൻ ബോസിലാണ്ട അടിപൊളി. ഒരു 1.5 കിലോ ഉണ്ട്. അതാ അത്യാവശ്യം നല്ല സൈസാണ് തന്നെ. 1.5 കിലോ 1.25 കിലോ എടുത്തുണ്ട്. തീരെ ഉപ്പായുണ്ട്. ഞാൻ ചെകിള വരെ പറഞ്ഞു, ചെകിളയുടെ ഉള്ളിൽ കൂടെ ഒന്ന് കയറി ഒന്നും ഉണ്ടോ. ഇത് ചെകിള ഓപ്പണായി അപ്പുറം ഒന്ന് ഞാൻ മരത്തിനടി നിറഞ്ഞു നോക്കിയോ. നമ്മുടെ ബോസ് പതുക്കെ കൊല്ലിതാക്കുന്നു. ഇപ്പം ഏകദേശം ഒരു 10 മണിയൊക്കെ ആകും കേട്ടോ. ഈ സമയത്ത് നമുക്ക് മീൻ അടിക്കാൻ തുടങ്ങിയാണത്. നമ്മൾ കാലത്തെ ഒരു 6 മണിയായപ്പോൾ ഇറങ്ങിയതാണ്. 6 മണിയായിട്ടൊരു മീൻ അടിക്കണ്ടെന്നില്ല. നമുക്ക് 10 മണിയായപ്പോൾ മീൻ അടിക്കാൻ തുടങ്ങിയാണ്. അടുത്ത മീൻ നമ്മൾ കൊല്ലിയിലാക്കിയിട്ടുണ്ട്. എന്നാ മീൻ അടിച്ചു പോയോ? അയ്യ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പോരെ, ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പോരെ. അവിടം വരെ പോയി കിടന്ന കാര്യമുള്ളത് മീനെ ഓടിച്ചു വിടാൻ വേണ്ടിയാ. ഉള്ളിലാ നീ ഒറ്റക്കാണല്ലോ. മറ്റേ എന്തേ എൻ്റെ ചിങ്കിടി എന്തേ? നീ കയറിക്കോ വണ്ടിയുടെ. എന്നെങ്കിൽ പിന്നെ നടക്കും പോണ്ടേ, പിന്നെ നീ നടന്നു പോണ്ടേ. ഇത് നമ്മുടെ ഒരു പയ്യൻ തന്നെ ഒറ്റക്ക് ചുമപ്പ് ഓപ്പണല്ലോ. റെഡ് കത്തണല്ലേ? നമ്മുടെ ചെറുക്കം വന്നിട്ട് ഇവിടെ ഒറ്റക്ക് എറിഞ്ഞോണ്ടിരിക്കുന്നു. അപ്പൊ അവനെ പിക്ക് ചെയ്തിട്ടുണ്ട്. നിന്റെ ഫ്രോഗ് അവിടെ ആ കാടിനുള്ള അവന്റെ ഓരോരോ ഫ്രോഗ്. അപ്പൊ എന്ന് തന്നെ ചെലവില്ലേ? ഫ്രോഗ് എടുക്കണ ചെലവ്. അന്നെങ്കിൽ ആയിക്കോട്ടെ. ബാ എന്റെ പിന്നെ വിളിച്ചു പോടാ പോയടാ. ഓയ്യോ നല്ല മീനായിരുന്നു. പോയി മീൻ വരിപ്പോയി. അതെ എന്റെ പൊന്നെ, എന്നെ പോക്ക് പോയത്. കമ്പിന്റെ ഇടയിലെ കൊണ്ട് കയറ്റി. അനക്കാണ്ട് തിരിച്ചോ. തീറ് പിടുത്തം പിടിച്ചത്. പിടുത്തം പിടിച്ചോ. മുന്നും കുത്തിപ്പോയി. ഇപ്പം നമ്മൾ സ്പോട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതുവഴി സൈഡിൽ നടന്നിട്ട് കുറച്ച് നേരം കാസ്റ്റ് ചെയ്ത് നോക്കാമെന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ കൊടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഏരിയ നമ്മൾ വന്നേക്കണത് നടന്ന് കാസ്റ്റ് ചെയ്യാണ്ട് ഏരിയയാണ്. അപ്പം കാടാണ്. അങ്ങോട്ട് വന്നിട്ടൊക്കെ ഒത്തിരി നാളായിരുന്നു. നമ്മളിന്ന് കാസ്റ്റ് ചെയ്യാൻ പോകും നമ്മുടെ റിയൽ വയറിൻ്റെ സിംഗർ എന്ന് പറഞ്ഞ പോകട്ടോ.
ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കാസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ അപ്പുറ സൈഡിൽ പോയി നടന്നു പോയി കാസ്റ്റ് ചെയ്യാം. അപ്പോൾ അപ്പുറത്ത് പോയി ഉടക്കിപ്പോയി പൊട്ടിപ്പോയായിരുന്നു റൈഡ്. ഞാൻ ലീഡർ ലൈൻ അതിൽ കിട്ടിയില്ല. അപ്പോൾ ഞാൻ എന്തൊക്കെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഒരുപാടില്ല. ലീഡർ ലൈൻ യൂസ് ചെയ്യാണ്ട് ഞാൻ കാസ്റ്റ് ചെയ്യാറില്ലായിരുന്നു. ഞാൻ മറന്നുപോയത് ചെയ്യാൻ വേണ്ടി. അത് ഇടാൻ വേണ്ടി മറന്നുപോയി. എന്തായാലും നോക്കിയേക്കാം. ഇപ്പം ഓടിയതുണ്ട്. ഓക്കെ, ഇവിടെയൊക്കെ കാസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളല്ല. ഈ ഇടങ്ങിയർ ഒരേ ഏരിയ ആയതുകൊണ്ട് ലീഡറിനെ ഇല്ലെങ്കിൽ പണിയാണ്. മാക്സിമം ദൂരത്തേക്കൊന്നും കാസ്റ്റ് ചെയ്യണ്ട അധികം. അപ്പം ആദ്യത്തെ കാസ്റ്റിങ് ഇറങ്ങും. അത്യാവശ്യം മീനടിക്കണ മൊത്തം കലക്കവെള്ളം കേട്ടോ. കനാല് വെള്ളമാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. കനാല് വെള്ളമൊന്നുമില്ല. മീനിൻ്റെ ആക്ടിവിറ്റിയും വളരെ കുറവാണ്. അല്ലെങ്കിൽ വെളുപ്പിന് അത്യാവശ്യം മീൻ ഏറെടുക്കണൊക്കെ കാണണമായിരുന്നു. അപ്പം അതൊന്നും കാണുന്നില്ല. എന്തായാലും കുറച്ച് പോയി നോക്കാം. വലിയ റിസ്ക് ആയിട്ടുള്ള കാസ്റ്റിംഗ് ഇല്ല. എല്ലാ സൈഡിലും മീൻ കയറി കിടക്കണമായിരുന്നു. ഈ ദിവസം വന്നാലും ഒരു സ്ട്രൈക്കിനും കിട്ടാറില്ല. ഇവിടെ മീൻ ഇല്ല. ഉപ്പുള്ള കയറി ആകെ കോളായി കിടക്കണ സ്ഥലമാണ്. കാട്ടിൽ മാത്രമേ പേടിയുള്ളൂ. കോലും കൊമ്പുള്ള സ്ഥലത്ത് കുറച്ച് എറിഞ്ഞ് കയറ്റിക്കാൻ പറ്റില്ല. നമുക്ക് സിംഗറിൻ്റെ ആയത്തൊരു മീൻ കയറിയുന്നുണ്ട്. ലീഡറിലെയും പോയില്ലാത്ത രീതിയിൽ സിംഗറിലെ ആയത്തൊരു മീൻ. അടിപൊളി ഹൂക്കായാണ്. സൂപ്പർ ഹൂക്കായിരുന്നു. ഓക്കെ, ഒരു 1,300 തന്നെ ഒരു കാരണമാണ്. കുഴപ്പമില്ലാത്ത കാരണം ഒന്നര ഇതിൻ്റെ അടുത്തേക്ക് നല്ല ഉരുണ്ടിരിക്കുന്ന മീൻ കേട്ടോ. കൊല്ലിലാക്കി താഴെ ഇറക്കുമെന്ന് തോന്നുന്നു. ഉരുണ്ട് പറഞ്ഞ് പോയി. ആദ്യത്തെ നമ്മൾ കൊല്ലിയിലാക്കിയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ കാസ്റ്റിങ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. വരാനാണ്
ഇതെല്ലാം ഇങ്ങനെയല്ല അടിച്ചത്. ചെറിയൊരു മീൻ അടിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ചെറിയ മീൻ അടിച്ച്. അങ്ങോട്ട് മീൻ അടിക്കില്ല. ചെറിയൊരു ചേർന്ന് മീനാണ് അടിച്ചത്. നമ്മൾ ഹുക്കറും മൂലും കേട്ടോ. ഹുക്കിനെ റിലീസ് ചെയ്തേക്കാം. ഇവിടെ ഇങ്ങോട്ടേക്കാം. പോയിരുന്നു കേട്ടോ. ഓക്കെ.